ഷിറിൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയ ഉദ്യമത്തിലാണ് അലീന. അപ്പോൾ അതിന് അലീനയ്ക്ക് ആരുടെയെങ്കിലും സഹായം വേണം. അതിനുവേണ്ടി അലീന സ്റ്റാൻലിയോട് ഷിറിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതായത് ഷിറിൻ ജിജോ എന്നൊരു പയ്യനുമായിട്ട് സ്നേഹത്തിലായിരുന്നെന്നും അതിലവൾ ഗർഭം ധരിച്ചിരുന്നെന്നും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും അലീന സ്റ്റാൻലിയുടെ അടുത്ത് പറയുകയാണ്. സ്റ്റാൻലിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു പുതിയ അറിവാണ്. കാരണം ഷെറിൻ സ്റ്റാൻലിയുടെ സഹോദരിയാണെങ്കിൽ കൂടിയും ഷെറിനെ കുറിച്ചുള്ള ഈ വിവരങ്ങളെല്ലാവരും ഔസേപ്പച്ചൻ, അതായത് സ്റ്റാൻലിയുടെ സഹോദരങ്ങളായ ഔസേപ്പച്ചൻ, ആൽബർട്ട്, റോബർട്ട് എന്നിവരൊക്കെ സ്റ്റാൻലിയിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. സ്റ്റാൻലിയുടെ അപ്പന് 6 മക്കളാണ്, 2 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. അതിലേറ്റവും മൂത്തതാണ് സ്റ്റാൻലി. പിന്നെ അതിൻ്റെ താഴെ ഔസേപ്പ്, റോബർട്ട്, ആൽബർട്ട്. പിന്നെ 2 പെൺകുട്ടികളാണ് ഷെറിനും പിന്നെ ഒരു കന്യാസ്ത്രീ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. കന്യാസ്ത്രീ ആയ പെൺകുട്ടിയാണ് ഈ ഷെറിൻ്റെ കുഞ്ഞിനെ മാറ്റാനൊക്കെ ഇവരെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ കഥയിലോട്ട് കിടക്കാം. അപ്പം ഇതൊക്കെ അറിഞ്ഞപ്പോൾ സ്റ്റാൻലി അതിലൊന്നും ആദ്യം ഇടപെട്ടിരുന്നില്ല. അതായത് അലീനയോട് പറഞ്ഞിരുന്നത്, നീ അതിലൊന്നും ഇടപെടാൻ നിൽക്കേണ്ട, ഷെറിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ എൻ്റെ അപ്പനും ആനിയന്മാരൊക്കെ കൂടി ചെയ്തോളും, നീ അതിൽ ഇടപെടണ്ട എന്നാണ് സ്റ്റാൻലി പറഞ്ഞിരുന്നത്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അപ്പം ഞാൻ അനാഥാലയത്തിൽ 23 വർഷം ജീവിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വിഷമം എന്താണെന്ന് എനിക്കറിയാം. യഥാർത്ഥ അച്ഛനെയും അമ്മയും അറിയാതെ അതേപോലെ ഒരു കുഞ്ഞിനെയും കൂടി, നമ്മുടെ വീട്ടിലെ മറ്റൊരു കുഞ്ഞിനെയും കൂടി ആ നരകത്തിലോട്ട് വിടണോ, ആ നരക ജീവിതത്തിലോട്ട് വിടണോ എന്നാണ് സ്റ്റാൻലിയോട് അവൾ ചോദിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ സ്റ്റാൻലിയുടെ മനസ്സൊന്ന് മാറി. അപ്പോൾ സ്റ്റാൻലി ഇനി എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഇത് കണ്ടുപിടിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിലായി. അങ്ങനെ സ്റ്റാൻലി ഗ്രേസ് അമ്മയും മാമച്ചനും അതുപോലെ രേവതി കുട്ടീനൊക്കെ വീട്ടിലോട്ട് വരാൻ പറയുകയാണ് അലീനിൻ്റെ പെർമിഷനോട് കൂടിയിട്ട്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പം സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതാണ് ജിജോൻ്റെ അപ്പൻ, അമ്മ, പിന്നെ ഇത് രേവതിക്കുട്ടി, ഇവളാണ് എൻ്റെ കൂടെ ഓർഫണേജിലുണ്ടായിരുന്നത് എന്നതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ കുറച്ച് എന്താ പറയുക, നല്ല വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഔതക്കുട്ടിച്ചായനും ആ വീട്ടിലുണ്ട്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ഞെട്ടിപ്പോവാണ്. ഇത് ആ എറണാകുളംകാരാണല്ലോ എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായനോട് ഔതക്കുട്ടിച്ചായനാണെച്ചെങ്കിൽ ഇവരെ കണ്ട മാത്രമേ ഔതക്കുട്ടിച്ചായൻ കാര്യം മനസ്സിലായി. പക്ഷേ ഔതക്കുട്ടിച്ചായൻ ഇവരെ കണ്ട പരിചയം ഇല്ലാത്ത പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ഗ്രേസ് അമ്മയും മാമച്ചനും പറയും, ഞങ്ങളെ മനസ്സിലായോ, ഞങ്ങൾ നിങ്ങളുടെ മകളെ ഷെറിനെ കല്യാണം ആലോചിച്ചിരുന്നു എന്ന്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, അങ്ങനെ ഒരുപാട് പേര് അവളെ കല്യാണം ആലോചിച്ചിരുന്നു, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പോൾ ഞാൻ എങ്ങനെ ഓർക്കാനാ എന്ന് പറഞ്ഞ് മൂപ്പര് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ഗ്രേസ് അമ്മ മാമച്ചനും പറയും, ഇത് അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട്, പിന്നെയൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണം. പക്ഷെ ഔതക്കുട്ടിച്ചായൻ അതൊന്നും കാണാത്തയും കേൾക്കാത്തയും പോലെ ഔതക്കുട്ടിച്ചായൻ അവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്. അങ്ങനെ എന്നിട്ട് സ്റ്റാൻലിയോട് പറയുകയാണ്, ഞാനൊന്ന് പുനലൂർ വഴി വരെ പോവുകയാണ്. അപ്പോൾ ഷെറിനെ റാണിമോൾ എന്നാണ് വിളിക്കുക, റാണിമോളെയും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട സമയമൊക്കെ ആയി, അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് പോവുകയാണ് എന്ന് പറയണം. അപ്പോൾ സ്റ്റാൻലി പറയും, അവളെ അവിടെ നിന്നോട്ടെ, അപ്പം പൊക്കോ എന്ന്. അപ്പോൾ അത് നടക്കില്ലല്ലോ. ഔതക്കുട്ടിച്ചായൻ പറയും, ഇല്ലില്ല, അവളെ റോബിനും ആൽബിനൊക്കെ വിളിച്ചിരുന്നു, അവളെ ആശുപത്രി കാണിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്ന്, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചത്, ഇന്ന് തന്നെ കൊണ്ടുപോയി കാണിക്കണം, ഇന്ന് അവർക്ക് അവർ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയും, അങ്ങനെ ഇപ്പോൾ അവളെ കൊണ്ടുപോകണ്ട, എൻ്റെ പെങ്ങളേനെ നോക്കാൻ വേറെ ഡോക്ടർമാരുണ്ടാവും, അവളെ ഞാൻ കാണിച്ചോളാം എന്ന് പറയണം. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ആകെ നിന്ന് പരിങ്ങാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, അല്ല എന്തായാലും പോകണമെന്ന്. അപ്പോൾ അലീന ചോദിക്കും, അതെന്തിനാ വല്യപ്പച്ച ഇന്ന് പോണത്, ഇന്ന് പോയാൽ തന്നെയല്ലേ, ഇന്ന് പോയാൽ അപ്പച്ചൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്താവാതെ ആവില്ലേ. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ഞെട്ടിത്തിരിക്കും, എന്താ ഈ പെണ്ണ് പറയുന്നത്, അതായത് രഹസ്യങ്ങളോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയണം, അതെ, നിങ്ങളെല്ലാവരും എൻ്റെ പെങ്ങളൊരു പയ്യനായിട്ട് പ്രേമിച്ചിരുന്നതെന്നും അവൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതൊന്നും എന്നോട് പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, എനിക്കതിൽ അറിയാനുള്ള അർഹതയുണ്ടല്ലോ എന്ന്. ഔതക്കുട്ടിച്ചായൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും. അങ്ങനെ ഔതക്കുട്ടീനെ നമ്മുടെ സ്റ്റാൻലി ചോദ്യം ചെയ്യാണ്, നിങ്ങൾ എന്താണ് ആ കുഞ്ഞിനെ ചെയ്തത്, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയണമെന്ന്. ഔതക്കുട്ടിച്ചായൻ പറയും, ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വണ്ടി എടുത്ത് ജീവനം കൊണ്ട് പുനലൂർക്ക് പോവാണ്. പുനലൂർ ഈ അപ്പച്ചൻ വന്നത് അറിഞ്ഞിട്ട് ആൽബർട്ടും റോബർട്ടും അതുപോലെ തന്നെ ഔസേപ്പൊക്കെ കൂടി വരികയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഔതക്കുട്ടിച്ചായനെ വഴക്ക് പറയുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, എന്തിനാണ് അപ്പച്ചൻ ലാലിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നത്, അതുകൊണ്ടല്ലേ ഇതൊക്കെ കണ്ടുപിടിച്ചത്,
അപ്പച്ചനെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ ഔതക്കുട്ടി ചായൻ പറഞ്ഞു, എടാ ലാലിച്ചൻ എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാതെ പറ്റില്ല, അവൻ്റെ മുന്നിൽ ഞാൻ ആകെ ചൂളിപ്പോവുമെന്ന് പറയണം. എന്നിട്ട് അപ്പൻ എന്താ പറഞ്ഞത് എന്ന് അവർ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ആ കൊച്ചു ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞോ എന്ന്. അപ്പോൾ ഔസേപ്പ് പറയും, അതെന്തിനാ അപ്പൻ അങ്ങനെ പറഞ്ഞത്, വല്ല മരിച്ചു പോയിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൂടായിരുന്നോ എന്ന്. അപ്പം ഔതക്കുട്ടിച്ചായൻ പറയുമ്പോൾ എനിക്കത് അങ്ങനെയൊന്നും പറയാൻ പറ്റിയില്ല മക്കളെ, എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ബാക്കി 3 പേരും കൂടി ഇനി പ്ലാൻ ചെയ്യാണ് കാര്യങ്ങളൊക്കെ. അതായത് ആ കുഞ്ഞിനെ ഒരിക്കലും സ്റ്റാൻലി ചേട്ടായി കണ്ടുപിടിക്കരുത്. സ്റ്റാൻലി കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇവരുടെ വീടിൻ്റെ മാനമെല്ലാം കപ്പൽ കയറുമെന്നുള്ള ഭയത്തിലാണ് ഇവർ. ഒരു കുഞ്ഞ് അനാഥാലയത്തിൽ വളർന്നാലും ഇവർക്ക് കുഴപ്പമില്ല, ഇവരുടെ വീടിൻ്റെ അഭിമാനത്തെ ഓർത്തിട്ടാണ് ഇവർ ഈ വേണ്ടാത്ത പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെറിൻ്റെ കുഞ്ഞിനെ മാറ്റാൻ അന്ന് ഇവരെ സഹായിച്ചത് ഇവരുടെ ഒരു സഹോദരിയാണ്. ആ സഹോദരിയാണ് വെച്ചെങ്കിൽ കന്യാസ്ത്രീയാണ്. അപ്പോൾ ആ കന്യാസ്ത്രീയായ ആണ് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ വേഗം ആ കന്യാസ്ത്രീയായ പെങ്ങളെ വിളിക്കും. എന്നിട്ട് പറയും, ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, സ്റ്റാൻലി ചായനാണ് വെച്ചെങ്കിൽ ഈ കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട്, അപ്പം എല്ലാറ്റിനും കൂട്ടു നിൽക്കുന്നത് അലീനയാണ്, അപ്പോൾ എന്തായാലും സ്റ്റാൻലി ചായൻ ചേച്ചിയെ വിളിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്താ പറയുക എന്ന് ചോദിക്കും. അപ്പോൾ പെങ്ങൾ പറയും, അതായത് കന്യാസ്ത്രീ ആയിട്ടുള്ള സിസ്റ്ററായിട്ടുള്ള പെങ്ങൾ പറയും, ഞാൻ എന്താടാ പറയേണ്ടത് എന്ന്. അപ്പോൾ അവർ വല്ല ആസാമിലോ അങ്ങനെ ഉള്ള ആൾക്കാരെങ്ങനെ ദത്തെടുത്തെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. പിന്നെ ദത്തെടുത്തതിൻ്റെ രേഖകൾ പ്രകാരം, അതിൻ്റെ നിയമം പ്രകാരം ദത്തെടുത്ത പേരൻസ് ആരാണെന്ന് പറയാനും പാടില്ല, അത് സീക്രട്ടാക്കി വെക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നീ തടി ഊരിക്കോ എന്ന് സിസ്റ്ററായ പെങ്ങളോട് പറയാണ്, കന്യാസ്ത്രീ ആയിട്ടുള്ള പെങ്ങളോട്. അപ്പോൾ എന്നാൽ ശരി എന്ന് പറയും. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ഈ സിസ്റ്ററുടെ നമ്പർ, അതായത് അവരിങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറി മാറി നിൽക്കുന്ന ആൾക്കാരാണ്. അവരിപ്പോൾ അതുപോലെ തന്നെ സിക്കിമിലും ആസാമിലും അങ്ങനെ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളിലും ഇങ്ങനെ മാറി മാറിയിട്ടാണ് അവരുടെ വർക്ക് വരിക. അപ്പം അങ്ങനെ ഈ കന്യാസ്ത്രീകളുടെ കേരളത്തിലുള്ളൊരു ഓഫീസുണ്ട് തിരുവല്ലയിലുള്ളതെന്ന്, അവിടെ നിന്ന് ഈ കന്യാസ്ത്രീ അതായത് പെങ്ങളുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് സ്റ്റാൻലി വിളിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി വിളിച്ചപ്പം സ്റ്റാൻലിയോട് പറയുന്നത്, പെങ്ങൾ പറയുന്നത്, അങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്ന സംഗതി സത്യം തന്നെയാണ്. 2 വയസ്സ് വരെ ആ കുട്ടീനെ ഏതൊരു കോൺവെൻറ്റിലാണ് ആക്കിയിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടീനെ ഏതോ കപ്പിൾ ദത്തെടുത്തു എന്നുള്ള രീതിയിലാണ് പെങ്ങൾ പറയുന്നത്, അതായത് ഈ കന്യാസ്ത്രീ ആയിട്ടുള്ള സിസ്റ്റർ. അപ്പം സ്റ്റാൻലിക്ക് ഉറപ്പായിരുന്നു അവരാരും ആ കുട്ടി ആരാണ് ദത്തെടുത്തതിൽ എന്താണെന്നൊന്നും പറയില്ല എന്ന്. അപ്പോൾ അലീന പറയും, ഒരു കാര്യം ചെയ്യാം പപ്പ, നമുക്ക് ആ കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് നമുക്ക് ആൻറ്റി നിൽക്കുന്ന സ്ഥലത്തോട്ട് പോയാലോ. അപ്പം സ്റ്റാൻലി പറയും, അത് സിക്കിമിൽ അങ്ങോട്ടാണ് അവിടെ നിൽക്കുന്നത്, നമുക്കെന്നാൽ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാൻലിയും അലീനയും കൂടിയിട്ട് സിക്കിമിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഈ പോകുന്ന സമയത്ത് ഷെറിനെ സ്റ്റാൻലിയുടെ വീട്ടിൽ നിർത്തുന്നത് പന്തിയല്ലാന്ന് തോന്നിയിട്ട് ഷെറിനെ ഗ്രേസ് അമ്മയും അതുപോലെ തന്നെ മാമച്ചനും രേവതിക്കുട്ടിയും കൂടിയിട്ട് കൊണ്ടുപോകണം. അങ്ങനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവൾക്ക് ഷെറിന് ആ വീടും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമാവും. അവിടെ ജിജോൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയും, എൻ്റെ മോൻ്റെ കൈ പിടിച്ച് എൻ്റെ വീട്ടിലോട്ട് കയറി വരേണ്ട മോളായിരുന്നു നീ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മ കരയാണ്. അപ്പോൾ ഷെറിൻ പറയും, ഷെറിന് കുറേയൊക്കെ റിക്കവർ ആയിട്ടുണ്ട് കേട്ടോ, കാരണം അലീൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ കുറേ റിക്കവർ ആയിട്ടുണ്ട്. ഷെറിൻ പറയും, അങ്ങനെ വിചാരിക്കേണ്ട മമ്മി, ജിജോ ഇവിടെ നിന്ന് എവിടേക്കും പോയിട്ടില്ല, അങ്ങനെ വിചാരിക്കാം, ഞങ്ങളുടെ കുഞ്ഞിലൂടെ ജിജോ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജിജോയ്ക്ക് തിരിച്ച് കിട്ടിയ പോലെയാവും എന്നൊക്കെ പറഞ്ഞ് ഷെറിൻ നല്ല വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ മാക്സിമം എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് മാമച്ചനും ഗ്രേസ് അമ്മയൊക്കെ. അങ്ങനെ നമ്മുടെ അലീനയും സ്റ്റാൻലിയും കൂടിയിട്ട് ഈ കന്യാസ്ത്രീയായ പെങ്ങളെ അന്വേഷിച്ചിട്ട് സിക്കിമിലോട്ട് പോവാണ്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെ കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അലീന ജീവിച്ചിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ പറയാം. എന്നിട്ട് ഈ സിസ്റ്ററോട് പറയും, അതായത് അതുപോലെ ഇനി നമ്മുടെ വീട്ടിലെ മറ്റൊരു കുഞ്ഞും കൂടി അങ്ങനെ വളരണോ ആൻറ്റി, അതുകൊണ്ട് ആൻറ്റി പറ ആ കുഞ്ഞെന്താ ചെയ്തത്. അപ്പോൾ അലീനയുടെ ഈ സംസാരം കേട്ടപ്പോൾ പിന്നെ ആ കന്യാസ്ത്രീക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞു, ഞങ്ങളത് ആദ്യം അതിനെ ആസാമിലോട്ടാണ് കൊടുക്കുന്നത് ആ കുഞ്ഞിനെ, പക്ഷെ അത് ചെറിയ കുഞ്ഞില്ല, അവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പും. അപ്പോൾ 2 വയസ്സ് വരെയൊക്കെ കുഞ്ഞിനെ എന്നും പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വേറെ കന്യാസ്ത്രീകളെ ഇടപെടിപ്പിച്ചിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജിലാക്കിയെന്ന്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജോ, അത് ഏതാ ഓർഫനേജ് എന്ന്. അപ്പോൾ പറയാം, നമ്മുടെ ഒരു ബ്രിജിത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ് ആ ഓർഫനേജ് നടത്തിയിരുന്നത് എന്ന്.
അത് കേട്ടപ്പോൾ അലീനയുടെ ചെവിയിലൊക്കെ ഇടിവെട്ടി പോലെ. എന്താ പറയുന്നത്, പ്രിജിത്ത എന്നോ? ആ ആ അതെ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും ഇവള്. അപ്പോൾ പറയും അഭയ എന്നാണ് ആദ്യം ഇട്ടിരുന്ന പേര്. ആ അഭയ എന്നുള്ള പേര് പിന്നെ മാറ്റണമെന്ന് എൻ്റെ ആങ്ങളമാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ആ പേര് കൊണ്ട് പോലും ഷെറിൻ അവളെ തിരിച്ചറിയരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് എൻ്റെ അമ്മച്ചിയുടെ പേരാണ് ആ കുഞ്ഞിനിട്ടത് എന്ന്. അപ്പോൾ അലീന പറയും എൻ്റെ വീടാണ് നിങ്ങളീ പറയുന്ന, അതായത് ആൻറ്റി ഈ പറയുന്ന ഈ ഓർഫനേജ്. അപ്പോൾ ആ കുഞ്ഞ് എൻ്റെ കയ്യിലൂടെ തീർച്ചയായും കൈമാറി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ആൻറ്റി ആ കുഞ്ഞിനിട്ട പേര് എന്ന്. അപ്പോൾ അലീനയുടെ അടുത്ത് ഈ സിസ്റ്റർ പറയാണ്, ഞങ്ങളുടെ അമ്മയുടെ പേര് ചിന്നമ്മ എന്നായിരുന്നല്ലോ, ആ പേര് ചുരുക്കി ചിന്നുകുട്ടി എന്നാണ് മോളെ വിളിച്ചിരുന്നത് എന്ന്. എൻ്റെ അമ്മേ, അലീനയ്ക്ക് സന്തോഷം കൊണ്ട് അലീന കരയാണ് ചെയ്യുന്നത്. കാരണം തൻ്റെ കൈകളിലൂടെ വളർന്നിരുന്നത് തൻ്റെ ആൻറ്റിയുടെ മോളാണ്. അതായത് മാമച്ചാനും ഗ്രേസ് ആൻറ്റിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചിന്നുകുട്ടിയാണ് അവരുടെ മകളെ, അവരുടെ പേരക്കുട്ടിയാണ് തൻ്റെ കൈകളിലൂടെ വളർന്നിരുന്നതെന്ന് ആലോചിച്ചപ്പോൾ അലീനയ്ക്ക് സങ്കടവും ഒക്കെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അലീന വേഗം ഫോണെടുത്ത് രേവതിക്കുട്ടീനെ വിളിക്കും. രേവതിക്കുട്ടീനെ വിളിച്ചിട്ട് പറയും, രേവതിക്കുട്ടി ദേ ഷെറിനാൻറ്റിയുടെ കുഞ്ഞാരാന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയും, ചേച്ചി പറ, ആരാന്ന് പറ. അപ്പോൾ രേവതിക്കുട്ടിയുടെ അലീന പറയും, മോളെ നീ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഹാർട്ട് അറ്റാക്ക് വരും, നീ കരഞ്ഞു പോകുമെന്ന്. എന്നാലും വേണ്ടില്ല ചേച്ചി, എന്നോടൊന്ന് പറ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയും പറയുകയാണ്. അപ്പം മോളെ, നമ്മുടെ ചിന്നുമോളാണ് ഷെറിൻ ആൻറ്റിയുടെ മോള് എന്ന്. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി അവിടെ നിന്ന് കരയാൻ തുടങ്ങും. എന്നിട്ട് ഉറക്കെ കരഞ്ഞിട്ട് രേവതിക്കുട്ടി ഗ്രേസ് അമ്മയുടെ അടുത്തും മാമച്ചൻ്റെ അടുത്തും പോവാണ്. അപ്പോൾ ഇവർ ചോദിക്കണം, എന്താ മോളെ, നീ എന്താ ഈ പറയുന്നത് എന്ന്. എന്തിനാ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ കണ്ടുപിടിച്ച ആൻറ്റി, ഷെറിൻ ആൻറ്റിയുടെ കുഞ്ഞ് ആരാണെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ചിന്നുമോളാണ് ഷെറിൻ ആൻറ്റിയുടെയും ജിജോ ചേട്ടൻ്റെയും കുഞ്ഞെന്ന്. അപ്പോൾ അവരത് കേട്ടിട്ട് ആകെ സ്റ്റക്കാവും. അപ്പോൾ ഷെറിൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഷെറിൻ 2 വയസ്സ് വരെ ഷെറിൻ കണ്ടിട്ടുണ്ടല്ലോ ആ കുഞ്ഞിനെ, അതായത് ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി കാണിക്കും അപ്പച്ചൻ. അപ്പോൾ ആ കുഞ്ഞിനെ കണ്ടാൽ ഷെറിനെ തിരിച്ചറിയുമെന്നറിയാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ ഷെറിനോട് ഇതൊന്നും പറയാതെ നമുക്ക് ആ ഓർഫനേജിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഷെറിനെ ആ ഓർഫനേജിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഷെറിന് മനസ്സിലാവുന്നില്ല ഇതെന്തിനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ രാത്രി സമയമായതുകൊണ്ട് അവിടുത്തെ കന്യാസ്ത്രീകളോട് വിവരങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ കുഞ്ഞിനെ ചിന്നുമോളെ കാണണമെന്ന് പറയും. അപ്പോഴേക്കും നമ്മൾ ചിന്നുമോളെ ശരിക്കും മാമച്ചനെ സ്പോൺസർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്പോൺസർ ഇങ്ങനെ വന്ന് രാത്രി പറഞ്ഞതുകൊണ്ട് അവർ കുഞ്ഞിനെ കാണിക്കാമെന്ന് പറയും. അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ ഗ്രേസ് അമ്മ പറയുന്നത്, ഞാൻ കൂടെ വരാം, ഷെറിൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീയുടെ കൂടെ അവിടുത്തെ സിസ്റ്റർമാർ, അതായത് ചിന്നുമോളും ഓർഫനേജിലെ സിസ്റ്റർമാരുടെ കൂടെ ഗ്രേസ് അമ്മ അകത്തോട്ട് പോവാണ്. അകത്തോട്ട് പോയപ്പോൾ ചിന്നുമോളാണ് വെച്ചെങ്കിൽ ഒരു കുഞ്ഞിയെ പ്ലേറ്റിൽ നിലത്തിരുന്ന് കഞ്ഞി ഇരുന്ന് ഇങ്ങനെ കുടിക്കണം. അത് കണ്ടപ്പോൾ ഗ്രേസ് അമ്മയ്ക്ക് വളരെയധികം വിഷമം വരികയാണ്. തൻ്റെ ജീവനാണ് ആ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോഴേക്കും ഗ്രേസ് അമ്മയുടെ കണ്ണും ഹൃദയമൊക്കെ നിറഞ്ഞു കേട്ടോ. അങ്ങനെ ഗ്രേസ് അമ്മ അവളെയും കൊണ്ട് മാമച്ചൻ്റെയും രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ മാമച്ചനാണെച്ചെങ്കിൽ ഇവിടെ കാണാനായിട്ട് എന്തായി ഗ്രേസ് അമ്മ പോയിട്ട് കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് കാണാനില്ലല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ കുഞ്ഞിനെയും കൊണ്ട് വരുന്നു. അപ്പോൾ ഇവളെ കണ്ടപ്പോൾ മാമച്ചനൊക്കെ ആകെ എന്താ പറയുക, ജിജോമോൻ മുന്നിൽ ജനിച്ച് നിൽക്കുന്നത് പോലെ തോന്നുന്നത്. അപ്പോൾ ഗ്രേസ് അമ്മ വിചാരിക്കുന്നുണ്ട്, വെറുതെ അല്ല എൻ്റെ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് എന്നോ കണ്ട ഒരു ഫീൽ എനിക്ക് അന്നുണ്ടായിരുന്നു എന്നൊക്കെ ഗ്രേസ് അമ്മ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മാമച്ചന് കണ്ണൊക്കെ നിറയാണ്. പക്ഷേ ഇപ്പോഴും ഷെറിൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല കേട്ടോ. ഷെറിനാണെച്ചെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ഇവരെന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നത്. കാരണം ഷെറിന് അനാഥാലയത്തേക്കൊന്നും വരാൻ ഇഷ്ടമില്ല. കാരണം അനാഥാലയത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം മോളെ ഓർക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് അവൾ ഇതിനൊന്നും ഫേസ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഷെറിൻ ഇവളുടെ മുഖം കാണുക. മുഖം കണ്ടപ്പോഴാണ് ഷെറിന് മനസ്സിലാവുക ഇത് ചിന്നുകുട്ടിയാണ്, അതായത് ഷെറിൻ്റെ മോളാണെന്ന്. അപ്പോൾ ഷെറിൻ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുകയും ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അവിടുത്തെ കന്യാസ്ത്രീകളോട് രേവതിക്കുട്ടി ഇങ്ങനെ വിവരങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ കുഞ്ഞിനെ കിട്ടേണ്ട പ്രൊസീജിയേഴ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചുള്ളത് അലീനയാണ്. അപ്പോൾ അലീനയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് നിയമത്തിൻ്റെ നൂലാമാലകളുണ്ട്. എന്നാലും നിങ്ങൾ ഇന്നത്തെ രാത്രി ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് ആ ഹോട്ടൽ റൂമിൽ തങ്ങിക്കോളും. നാളെ കുഞ്ഞിനെ ഇവിടെ കൊടുന്നാക്കണം, എന്നിട്ട് നമുക്കതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നോക്കാമെന്ന് പറയായിരുന്നു. അങ്ങനെ ജിജോനെ തിരിച്ച് കിട്ടിയ സന്തോഷത്തിൽ ഷെറിനും അതുപോലെ മാമച്ചനും ഗ്രേസ് അമ്മയും രേവതിക്കുട്ടിയും എല്ലാം കൂടി ആ കുഞ്ഞിനായിട്ടൊരു ഹോട്ടൽ മുറിയിൽ വന്ന് റൂം എടുത്തിട്ട് ഇരിക്കുകയാണ്. ഒറ്റ റൂമേ എടുത്തിട്ടുള്ളൂ. കാരണം അത്രയും നേരമേക്ക് ഈ കുഞ്ഞിനെ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് അവർ കളിപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ട ജിജോനെ തിരിച്ച് കിട്ടിയ സന്തോഷത്തിലാണ് മാമച്ചനും ഗ്രേസ് അമ്മയും. ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ. ഈ കഥയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.